കൊല്ലത്ത് കപ്പൽ മുങ്ങി കടൽ മൊത്തം കുളമായ കാരണം 200 രൂപയ്ക്ക് മത്തി വാങ്ങി ചോറിനോട്ടിരുന്ന ഞാൻ ഇപ്പോൾ KSBയിൽ നിന്ന് ലോൺ എടുത്ത് 1/2 കിലോ മട്ടൻ വാങ്ങിയാണ് ചോറുന്നത്. എൻ്റെ ഈ നഷ്ടം ആര് നികത്തും? നിയമപരമായി കേരള സർക്കാർ കേസെടുക്കണം, FIR ഇടണം, നഷ്ടം തിട്ടപ്പെടുത്തി ക്ലെയിം ഫയൽ ചെയ്യണം. അല്ല, മറ്റ് രാജ്യങ്ങൾ ഇതൊക്കെ ചെയ്ത ചരിത്രമുണ്ടെന്നേ. കേരളം പറയുന്നു 12 നോട്ടിക്കൽ മൈൽ വരെയാണ് സർക്കാരിൻ്റെ നിയമപരിധിയെന്ന്. ബാക്കി കേന്ദ്രത്തിനെയാണത്രേ. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു മീറ്റിംഗിലാണത്രേ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളുമായി ബന്ധമുള്ള കപ്പലിനെതിരെ കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് കരക്കമ്പി. കിഴക്കേലെ ജാനകിയമെന്ന് തുമ്മിയാപ്പോലും അറിയുന്ന പ്രതിപക്ഷം ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. നാശനഷ്ടങ്ങൾ തെളിവെടുത്താൽ കപ്പൽ കമ്പനിയെയും ക്യാപ്റ്റനെയും പ്രോസിക്യൂട്ട് ചെയ്യാനും 50,000 കോടി വരെ നഷ്ടപരിഹാരം കിട്ടാനും സാധ്യതയുണ്ടായിരിക്കെ ഈ പങ്ക് കച്ചവടത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഒരു സർക്കാരും ഒരു ഉദ്യോഗസ്ഥനും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയ്ക്കൊരു മറുപടി കടൽ മത്സ്യം കഴിക്കാമോ അതോ കായൽ മത്സ്യം കഴിക്കാമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. 2 മത്തി കൂട്ടി കഞ്ഞി കുടിച്ചോണ്ടിരുന്ന വികസനം വന്ന് അത് മുട്ടിച്ചു. ഇനി തലേ 2 റോക്കറ്റും കൂടെ വീണാൽ മതി. കൂടുതൽ മത്തിക്കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.